ബി ഹൗസിൽ നിന്ന് ജിസേൽ എവിക്റ്റ് ആയിരിക്കുകയാണ്. എവിക്ഷൻ പ്രക്രിയ ഒരു മുൾമുനയിൽ നിർത്തുന്ന ഒന്നു തന്നെയായിരുന്നു. ഇത്തവണ 4 പേരായിരുന്നു എവിക്ഷൻ പ്രക്രിയ നേരിടാനായി പോയിരുന്നത്. ആദില, നൂറ, ജിസേൽ, നെവിൻ എന്നിവരായിരുന്നു ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയിരുന്നത്. 4 പേരോടും ബിഗ് ബോസ് ബ്ലൈൻഡ് ഫോൾഡ് ധരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർക്ക് നേരെ റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും മാറി മാറി പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ ഗ്രീൻ ലൈറ്റ് ആർക്കാണോ വരുന്നത് അവർ സേഫ് ആകും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഗ്രീൻ ലൈറ്റ് ചെന്ന് നിന്നത് നൂറയ്ക്ക് മുകളിലായിരുന്നു. നൂറ സേഫ് ആയിരിക്കുന്നു. അങ്ങനെ നൂറ ആദിലയെയും മറ്റുള്ളവരെയും കെട്ടിപ്പിടിച്ച് പുറത്തോട്ടേക്ക് ഇറങ്ങി. ബിഗ് ബോസ് ആദിലയോടും ജിസേലിനോടും നെവിനോടും വീണ്ടും ബ്ലൈൻഡ് ഫോൾഡ് ധരിക്കുവാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത റൗണ്ടും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ലൈറ്റ് ചെന്ന് നിന്നത് നെവിന്റെ മുകളിലായിരുന്നു. അങ്ങനെ നെവിൻ സേഫായി. ആ സമയവും ജിസേൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കാരണം ജിസേലിന് നല്ല കോൺഫിഡന്റ് ഉണ്ടായിരുന്നു ജിസേൽ ഔട്ടാകില്ല എന്നുള്ളതിൽ. പിന്നീട് ബിഗ് ബോസ് ആദിലയോടും ജിസേലിനോടും ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താരാണെന്ന് ചോദിച്ചപ്പോൾ ആദില അനുമോളെയും ജിസേൽ ആര്യനെയും പറഞ്ഞു. അവരോട് അകത്തോട്ടേക്ക് വരാൻ ബിഗ് ബോസ് കൽപ്പിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വന്നു. ബിഗ് ബോസ് അവരോട് പരസ്പരമുള്ള വിഷുകൾ പറയാൻ പറഞ്ഞു. അങ്ങനെ ആര്യൻ ജിസേലിനും ജിസേൽ ആര്യനും മോട്ടിവേഷൻ കൊടുത്തു. അതുപോലെ തന്നെയായിരുന്നു ആദിലയും അനുമോളും ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങളുടെ മുമ്പിലുള്ള ആ ലെറ്റർ കാർഡിൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി ഒരു സന്ദേശം എഴുതുക എന്നിട്ട് അത് അവരുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. എന്നാൽ അത് അവരോട് ഇപ്പോൾ ഓപ്പൺ ചെയ്യരുത് എന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. ആ ലെറ്റർ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലിവിംഗ് ഏരിയയിലേക്ക് പോകാമെന്നായിരുന്നു ആര്യനോടും അനുമോളോടും ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. അങ്ങനെ ആദിലയുടെയും ജിസേലിന്റെയും കണ്ണുകൾ വീണ്ടും ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തു. പിന്നീട് റെഡ് ആൻഡ് ഗ്രീൻ ലൈറ്റ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന നമ്മൾക്ക് മുന്നിലേക്ക് വന്നത് 2 ബിബിയുടെ സ്റ്റാഫുകളായിരുന്നു. അവർ 2 പേർ വന്ന് ജിസേലിന്റെയും ആദിലയുടെയും കൈ പിടിച്ചുകൊണ്ട് ഒരു സീക്രട്ട് റൂമിലേക്ക് പോവുകയായിരുന്നു. പിന്നെ ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. ആര്യനും അനുമോളും മാത്രം ബിഗ് ബോസിന്റെ കവാടത്തിന് മുന്നിൽ ചെന്ന് നിൽക്കാൻ, മറ്റുള്ള ഹൗസ്മേറ്റ്സിനോട് വരാന്തയിലും നിൽക്കാൻ കൽപ്പിച്ചിരുന്നത്. ബിഗ് ബോസ് പറഞ്ഞു, മെയിൻ കവാടം കടന്നു വരുന്ന ആൾ ഈ ബിബിയിൽ സേഫ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആര്യനും അനുമോളും ഒരേപോലെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു ബിഗ് ബോസിന്റെ സോങ് ഇട്ടത്. ആ സമയം എല്ലാവരുടെയും നെഞ്ച് പടപട ഇടിക്കുകയായിരുന്നു. അക്ബറും അനുമോളും എല്ലാം പേടിച്ചു നിന്നു. അങ്ങനെ അതാ മെയിൻ കവാടം തുറന്നുകൊണ്ട് ആദില അകത്തേക്ക് കടന്നു. എന്നാൽ ആദിലക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയില്ല. ആദില ചോദിച്ചു, ഞാൻ എവിക്റ്റഡ് ആണോ എന്നായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അനുമോൾ പറഞ്ഞത്, നീ സേഫാണ്, ജിസേലാണ് എവിക്റ്റ് ആയിരിക്കുന്നത് എന്ന്. അങ്ങനെ ആദില ഓടിപ്പോയി നൂറയെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. ആദില ഡോർ കടന്നു വരുന്നത് കണ്ടിട്ടുള്ള എക്സൈറ്റ്മെന്റിൽ നൂറ അക്ബറിനെ ചേർത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. പിന്നീട് ഇരുവരുടെയും സന്തോഷ പ്രകടനമായിരുന്നു അവിടെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ വളരെ വിഷമിച്ച് നിൽക്കുന്ന ആര്യനെയായിരുന്നു പിന്നീട് ലൈവിൽ കാണാൻ കഴിഞ്ഞത്. ആര്യൻ കരഞ്ഞുകൊണ്ട് ബാത്റൂം ഏരിയയിലേക്ക് പോയി. കൂടെ അക്ബറും ഉണ്ടായിരുന്നു. മറ്റുള്ള എല്ലാ ഹൗസ്മേറ്റ്സും ചെറുതായ ഒരു വിഷമത്തിൽ തന്നെയായിരുന്നു. ആര്യൻ ചെറിയ കുട്ടികൾ കരയുന്ന പോലെ പൊട്ടിക്കൊണ്ടായിരുന്നു കരഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ആര്യനെ എല്ലാവരും ചേർന്ന് സമാധാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ പാവം ആര്യൻ ഒരുപാട് നേരമാണ് ജിസേലിന് വേണ്ടി കരഞ്ഞു നിന്നത്. പിന്നെ എവിക്റ്റായ മത്സരാർത്ഥിയെ ലാലേട്ടൻ സ്റ്റേജിലേക്ക് വിളിച്ച് സംസാരിക്കുകയായിരുന്നു. പാവം ആര്യനും നെവിനും ഒരുപാട് നേരമാണ് ജിസേലിന് വേണ്ടി കരഞ്ഞിട്ടുള്ളത്. 2 പേർക്കും ജിസേലിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നുള്ളത് ഈ സീസൺ തുടങ്ങിയത് മുതൽ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് മനസ്സിലാകും. ഈ വീഡിയോയുടെ അവസാനം വരെ ഞാൻ ജിസേലിന്റെ ആ നല്ല നല്ല മുഹൂർത്തങ്ങളെല്ലാം പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.